ആടുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ ബെന്യാമിൻ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് ഇതിനു വേണ്ടി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മൃഗഭോഗം. മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലാതെ അത് നടന്ന സംഭവം അല്ല. ആ കഥയിലേക്ക് കഥയുടെ ഭാഗമാണെങ്കിൽ പോലും ബെന്യാമിൻ ഇങ്ങനെയൊക്കെ എഴുതി ചേർക്കാൻ തോന്നിയല്ലോ. അത് പിന്നെ ഒരു എന്താ പറയുക, കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇത്രത്തോളം വൃത്തികേട് അതിനകത്ത് എഴുതി വെച്ചിട്ട്. ആടുജീവിതം സിനിമ ഇറങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആടുജീവിതം സിനിമയെ പറ്റിയിട്ടല്ല, നോവലിനെ പറ്റിയിട്ടാണ്. ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ സിനിമയിലേക്ക് കയറി പിടിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, അതായത് ആടുജീവിതം നോവൽ സിനിമയായപ്പോഴും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ആടിനെ ഈ നജീബ് എന്ന് പറയുന്ന ആൾ ഭോഗം ചെയ്യുന്നൊരു വിഷയം. അത് വലിയ രീതിയിൽ വൈറലാവുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. പിന്നീടത് അതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമിൻ തന്നെ പറയുന്നു, കഥയ്ക്ക് ഇച്ചിരി പൊലിപ്പ് കൂട്ടാനായിട്ട് അദ്ദേഹമാണ്, ഈ ബെന്യാമിനാണ് ആടിനെ ഭോഗിച്ചു എന്ന് എഴുതി വെച്ചേക്കുന്നത്, അല്ല അത് നജീബ് അതിനുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു, വിഷയങ്ങളാവുന്നു. ഈ ചോദ്യം നജീബിലേക്ക് വരുന്നു, ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇതിനകത്ത് യഥാർത്ഥ അവസ്ഥ അനുഭവിക്കേണ്ട വന്ന വ്യക്തിയിലേക്ക് വരുന്നു. നാണക്കേടും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ വരുന്നു. ഇതിനെ സംബന്ധിച്ച് റീന എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർക്ക് ഈ പറയുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ അവർക്ക് അവരുടെ വിഭാഗം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണെന്ന് എനിക്ക് അവരുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അതായത് ഇതിലെ നജീബ് അയാൾ അനുഭവിച്ച കാര്യങ്ങളല്ല, ബെന്യാമിൻ എഴുതി ചേർത്ത കാര്യത്തിൻ്റെ പേരിൽ ഏക്കും പോക്കും അറിയാതാണ് ഈ സ്ത്രീ കിടന്ന് പുലമ്പുന്നത്. എനിക്ക് തോന്നുന്നു ആ സ്ത്രീക്ക് അതിനോട് എന്തൊക്കെയോ താല്പര്യം കാണുമായിരിക്കും, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പാരമ്പര്യമോ അല്ലെങ്കിൽ വന്ന വഴിയൊക്കെ അങ്ങനെ ഒരു അനുഭവം അനുഭവിച്ച് വന്നുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഒന്നും അന്വേഷിക്കാതെ ഇതെടുത്ത് സംസാരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയേണ്ടി വരുന്നത്. ആ സ്ത്രീയുടെ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം, ഒരു ലൈവിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വെക്കാം. വളരെ മോശമായിട്ടൊരു വ്യക്തിയെയും ഒരു വിഭാഗത്തെയും അതിൻ്റെ എന്താ പറയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും മുസ്ലിംസിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള പ്രവാചകനാണ് കളിയാക്കിക്കൊണ്ടും വളരെ മോശമായിട്ട് പറയാൻ സാധാരണ മനുഷ്യർക്കൊന്നും അങ്ങനെ ശ്രമിക്കത്തില്ല. കാരണം മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ ആളുകളാണ് നമ്മൾ മലയാളികൾ. ഒരിക്കലും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തത്തൊന്നുമില്ല. പക്ഷേ അവിടെ വന്നിരുന്നുകൊണ്ട് ഇത്രത്തോളം വൃത്തികേട് പറയണമെങ്കിൽ അത്രത്തോളം വൃത്തികേടിൽ ജനിച്ച് വളർന്നു വന്ന ഒരാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ചെറിയ കുറച്ച് വാചകങ്ങൾ, അതും ബെന്യാമിൻ എഴുതി കൂട്ടി ചേർത്ത കുറച്ച് കാര്യത്തിൻ്റെ പേരിൽ ഒരു തേങ്ങയും അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ കുറച്ച് വാചകങ്ങൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ സിനിമ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ, ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ 2.5 വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിന് ഒരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു. മനസ്സിലായി? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. കണ്ടോ, അവർക്ക് എന്തോ ഇത് പറയുമ്പോൾ ഒരു വലിയ സുഖമാണ്. ഈ സ്ത്രീക്ക് ഇത് പറയുമ്പോൾ വലിയൊരു സുഖമാണ്. എന്തോ പണ്ടപ്പോഴോ എന്തോ അനുഭവിച്ചൊരവസ്ഥയിലൂടെ കടന്നു വന്നതുപോലൊരു ഫീൽ അങ്ങ് പറയാനായിട്ട്. കാര്യം ഇത് ഉള്ള റിയാലിറ്റി അല്ല, സത്യമല്ല. അതായത് ആ മനുഷ്യൻ അനുഭവിച്ച കാര്യങ്ങളല്ല. ഇനി ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, ഈ പറയുന്ന നജീബ് എന്ന് പറയുന്ന ആളുടെ ഭാഗത്തു നിന്ന് തന്നെ, ഈ കഥയ്ക്ക് ആസ്പദമായ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്കിത് കേൾക്കാം. ഇത് റിയൽ അല്ല, ഇത് ബെന്യാമിൻ കൂട്ടിച്ചേർത്തതാണെന്ന് അദ്ദേഹം പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ആടുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ ബെന്യാമിൻ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് ഇതിനു വേണ്ടി അത് എഴുതിയതാണ്. പക്ഷെ ഞാൻ ആടിന് എന്റെ മക്കളെ പോലെ ആടിനെ കണ്ട് എന്റെ മക്കളതല്ല ആടില്ല. അങ്ങനെ ഞാൻ എന്റെ ഒരാടിന് പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ നബീൽ എന്ന് പേരിട്ട്. അതിന് എപ്പോഴും തോളയിട്ടുകൊണ്ട് ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചോണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവമുള്ളൂ. അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് ഞാൻ ചോദിക്കാൻ ചെയ്തെങ്കിൽ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ കഥയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കഥയ്ക്ക് വേണ്ടിയിട്ടാണ് ബെന്യാമിൻ ഇങ്ങനെ എഴുതിയത്. ഞാൻ ആലോചിക്കും, ഒരു മരുഭൂമിയിൽ ഒരു മനുഷ്യൻ ഇത്രത്തോളം ബുദ്ധിമുട്ട് യാതന അനുഭവിച്ച് കിടക്കുമ്പോൾ ആ കഥയിലേക്ക് കഥയുടെ ഭാഗമാണെങ്കിൽ പോലും ബെന്യാമിൻ ഇങ്ങനെയൊക്കെ എഴുതി ചേർക്കാൻ തോന്നിയല്ലോ. അത് പിന്നെ ഒരു എന്താ പറയുക, കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇത്രത്തോളം വൃത്തികേട് അതിനകത്ത് എഴുതി വെച്ചിട്ട് അത് ഈ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു.
ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, ഇത് ചോദ്യം ചെയ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ബെന്യാമിൻ പറയുന്ന ഒരു ഉത്തരവുണ്ട്. എന്തുകൊണ്ട് ഇത് എഴുതി ചേർത്തു ഇതിനകത്ത് കാര്യങ്ങളൊക്കെ, അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യകാലത്തൊക്കെ നജീബിന് അത് വലിയ പ്രശ്നമായിരുന്നു. കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും. അത് ശരി, നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നജീബ് എൻ്റെ അടുക്കുമെന്ന് പറയും, ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നത്. ഞാൻ പറയും, നജീബ് ഇതൊരു കഥയാണ്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല, അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. അത് നജീബിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ സിനിമ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബ് ഉത്തരം പറയേണ്ടതായ ഒരു തീർച്ചയായിട്ടും നജീബ് ഉത്തരം പറയേണ്ടതായി വരും. കാരണം നിങ്ങൾ എല്ലായിടത്തും ഈ പറയുന്ന കഥയിലെ നജീബ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ പറയുന്ന സിനിമയിൽ അടക്കം ഈ പറയുന്ന എന്താ പറയുക പ്രൊമോഷൻ എല്ലാം കൊണ്ടുവരുന്ന വ്യക്തി ഇതാണ്. അദ്ദേഹത്തെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കഥ എന്നുള്ള രീതി തന്നെയാണ് അവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ അതിന് ഉത്തരം പറയാൻ, ആ മനുഷ്യൻ സാധുവാണ്, അദ്ദേഹത്തിന് ഉത്തരം പറയാൻ അറിയത്തില്ല. നാട്ടുകാരും കാണുന്നവരും എല്ലാം വന്ന് കളിയാക്കിയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു, ഈ പറയുന്ന മൃഗത്തോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതിനപ്പുറത്തേക്ക് ഇതിനെല്ലാം ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബെന്യാമിൻ ഒരു പോസ്റ്റ്, ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ വ്യക്തമായി കേട്ടതാണ്, നജീബിനോട് പലരും വന്ന് ചോദിക്കുന്നു. ബെന്യാമിൻ പറയുന്നത് നിങ്ങൾ കേട്ടതാണ്, നജീബിനോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ നജീബ് അത് ഉത്തരം പറയാൻ പറ്റാതെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. അപ്പോൾ ബെന്യാമിൻ്റെ പുതിയൊരു പ്രസ്താവനയാണ്, എൻ്റെ കഥയിലെ നായകൻ നജീബാണ്, ഷുക്കൂർ അല്ല. അതായത് ഷുക്കൂർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഇവിടുത്തെ വ്യക്തിയുടെ പേര്, നജീബ് എന്ന് പറയുന്ന കഥയിലുള്ള ആളാണെന്ന്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ബെന്യാമിൻ, നിങ്ങൾ കുറച്ച് മുമ്പ് ആ വീഡിയോയിൽ പോലും നിങ്ങൾ പറഞ്ഞു നജീബിനോട് വന്ന് ചോദിക്കുന്നു, നജീബ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ എന്തുകൊണ്ടത് മാറ്റി, പ്ലേറ്റ് മാറ്റി? അതേപോലെ അനേകം ഷുക്കൂർമാരിൽ നിന്ന് കടം കൊണ്ട കഥാപാത്രമാണ് നജീബ്. ഷുക്കൂറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക, അതായത് ഈ പറയുന്ന വ്യക്തി ഷുക്കൂറാണെന്നും അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക, നജീബ് എൻ്റെ കഥാപാത്രമാണെന്നാണ് ബെന്യാമിൻ പറയുന്നത്. പക്ഷേ ഈ ഷുക്കൂർ എന്നാണ് ഈ വ്യക്തിയുടെ പേരെന്ന് ഞാനിപ്പോൾ അറിയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഷുക്കൂറാണ് നജീബ് എന്ന കഥാപാത്രമായിട്ട് മാറി. കഥാപാത്രം വന്നപ്പോഴത്തേക്കിനും ഇല്ലെങ്കിൽ ആടുജീവിതത്തിൽ നജീബ് യഥാർത്ഥ ഷുക്കൂർ ആണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ നജീബ് എന്നുള്ള രീതിയിലാണ് ഇൻ്റർവ്യൂസിലാണെങ്കിലും അതല്ല മറ്റു വരുന്ന പ്രമോഷൻ പരിപാടികളെല്ലാം നജീബ് എന്ന പേരിലാണ് ഈ വ്യക്തി ആറാട്ടുപുഴക്കാരനായിട്ടുള്ള ഈ ഇക്ക വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലത്തെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മോശം രീതികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ലാഭം ഉണ്ടായത് ആർക്കാണ്? ബെന്യാമിന് ലാഭം ഉണ്ടായി. സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ അണിയറ പ്രവർത്തകർക്കും സിനിമയുടെ ആളുകൾക്കെല്ലാം ലാഭം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെയും പല പൊട്ടന്മാരും ബോധമില്ലാതെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നാണമില്ലേ ഇയാൾക്ക് കാശ് ചോദിക്കാൻ, കുത്തിപ്പൊക്കി വരാൻ, അതിന് ഇത്ര ശതമാനം മാത്രമേ കിട്ടിയുള്ളൂ. ഒന്നും വേണ്ടടേ, 5 കോടിയും 3 കോടിയും ഒന്നും കിട്ടണ്ട, വെറും 50 ലക്ഷം രൂപ കിട്ടിയെന്നിരിക്കട്ടെ, 50 ലക്ഷം രൂപ ബുക്കിൻ്റെ വിറ്റുവരവായി കിട്ടിയെന്നിരിക്കട്ടെ, അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ, ഒരു 10% കൊടുക്കാനുള്ള മര്യാദ, മാന്യതയുണ്ടല്ലോ. അദ്ദേഹം ചോദിക്കത്തില്ല, 1.5 ലക്ഷം കൊണ്ട് കൊടുത്തില്ല എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ അതിലൊരു 5 ലക്ഷം രൂപ, കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയാൽ മനസ്സിലാവും, ഇതിന് ഉള്ളിലേക്ക് കയറി ഒരു 5 സെൻറ്റ് വീട്, 500 ഡെയിലി കൂലി കടലിൽ പണിക്ക് പോകണം. ബാക്കി ഈ കഥ എഴുതിയവരും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളവരും സിനിമയ്ക്ക് വിടാം. കഥ ഇത്രയും ഫേമസ് ആയിട്ടുള്ളവരെല്ലാം വളരെ വലിയ സെറ്റപ്പിലല്ലേ ജീവിക്കുന്നത്. ഒരു മാനുഷിക പരിഗണന അവിടെ പറയുന്നത്, അല്ലാതെ ഈ മനുഷ്യൻ ചോദിക്കാൻ ചെല്ലുന്നത്. ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം ചോദിക്കാൻ ചെല്ലുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കോടതിയിൽ പോയനെ. എന്നെ വെച്ചിട്ട് കഥയുണ്ടാക്കി ഞാൻ ആസ്പദമാക്കുന്ന രീതിയിൽ വന്നു. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് പിന്നെയും കേസ് കൊടുത്തേനെ, എനിക്ക് മാനനഷ്ടം ഉണ്ടാകുന്നു, ഇത് എഴുതരുതെന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നൊരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം, നിങ്ങൾ കേട്ടോ. ഇത് ഇല്ലാത്ത കാര്യമാണ്, ഇതിൽ ഞാൻ ഒരിക്കലും ഇല്ല എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നതല്ലാതെ ലൈവായിട്ട് ഞാനിത് വിളിച്ചിട്ട് അനിൽ സാർ വിളിച്ചിട്ട് ഉള്ള വോയിസ് ക്ലിപ്പുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അല്ലാതെ അത് നടന്ന സംഭവം അല്ല. അതാ ഞാൻ ചോദിച്ചത്. അത് വെറുതെ കഥയുടെ ഇതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചതാ. കഥയ്ക്ക് വേണ്ടി ചെയ്ത പരിപാടിയാ അതില്ലേ? കേട്ടല്ലോ, ഇത് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ചോദിക്കുകയും ചെയ്തതാണ്, നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ഉപഭോഗത്തിൻ്റെ കാര്യം ഇതിനകത്ത് ചേർന്നത്. അപ്പോൾ പറഞ്ഞു, ഒരിക്കലും അല്ല, ഞാൻ മക്കളെ പോലാണ് ആടിനെ കണ്ടത്. ആലോചിച്ച് നോക്കണം, ഇദ്ദേഹം പറയുന്നത് ഞാൻ മക്കളെ പോലെ, പൊന്നു മക്കളെ പോലെ കണ്ടു. അങ്ങനെയാണ് ഒരു കുഞ്ഞ് ആട് വന്നപ്പോൾ അതിന് സ്വന്തം കുഞ്ഞിനെ പോലെ പേര് വിട്ട അദ്ദേഹം എടുത്തുകൊണ്ട് നടന്നു എന്ന് പറയുന്നത്, ബിലാൽ എന്ന് പറഞ്ഞിട്ട്. അതിനെ ഈ രീതിയിലേക്ക് എഴുതി മാറ്റാൻ കഴിഞ്ഞത് അതൊരു കലാകാരൻ്റെ, അല്ലെങ്കിൽ ചില കലാകാരന്മാരിൽ മാത്രം കണ്ടുവരുന്ന ആത്മരതി അണയിൽ മാത്രമായിരുന്നു ആ കണ്ടത്, ആ പറയുന്ന ആടിനോട് സാമ്യം ചെയ്ത് ഉള്ള പരിപാടി. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം മോശമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അദ്ദേഹം മനസ്സിൽ പോലും ചിന്തിക്കാത്ത. അതായത് ഈ ഒരു ഭാഗം ഇതിനകത്ത് ആടിയല്ലേ, ഇത് മോശമാണ്, ഇത് തെറ്റാണ്, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും കഥാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ കുത്തിക്കയറ്റുന്നത് അത് ആ നോവലിനെ പൊലിപ്പിക്കാനും അത് വിറ്റഴിക്കാനും അതിനൊരു ബിസിനസ് കണ്ടെത്താനും മാത്രമാണ്. പക്ഷേ അതിൽ നിന്ന് അനുഭവിക്കുന്നത് ഈ വ്യക്തിയാണ്. ഈ ആറാട്ടുപുഴക്കാരനായിട്ടുള്ള ഷുക്കൂർ ആണെങ്കിലും നജീബ് ആണെങ്കിലും ആരാണെങ്കിലും അദ്ദേഹമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കഥാകാരനാണെങ്കിലും അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ഇതെല്ലാം മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, വിറ്റ് അഴിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിലുണ്ട്, അയാളുടെ ലൈഫായിട്ട് തന്നെയാണ്. ആത്മകഥയൊന്നുമല്ല, നോവലാണെന്ന വ്യക്തമുള്ള ബോധമുള്ള ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചോറ് തിന്നുന്ന വ്യക്തതയുള്ള ബോധമുള്ള എല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഇയാളുടെ റിയൽ ലൈഫിൽ കുറച്ചൊക്കെ കോതിയെടുത്ത് അങ്ങോട്ട് വെച്ചെന്നാണ്.
അപ്പോൾ ഈ പറയുന്ന ആടിനെ ഭോഗിക്കലോ അതിനകത്ത് മെയിനായിട്ട് വരുമ്പോൾ ഇത്രത്തോളം ഇൻ്റർവ്യൂസിൽ ഈ പറയുന്ന വ്യക്തിയും എഴുതിയ ബെന്യാമിനും സഹിതം പറയുമ്പോൾ പോലും ഇതിനൊരു ടൂളായിട്ട് എടുത്ത് ഈ റീനയെ പോലുള്ളവന്മാർ എടുത്തിട്ട് ഇങ്ങനെ അലക്കുമ്പോൾ ചിന്തിക്കണം, അവരുടെയൊക്കെ ഉദ്ദേശം ഇത് ഒരാളെ മാത്രമല്ല ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിന് അറിഞ്ഞോ അറിയാതെയോ ബെന്യാമിന് ഒരു ഭാഗമായി ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. അതിലങ്ങ് റിയൽ സംഭവം നടന്നിട്ടില്ല. അത് ബെന്യാമിൻ എഴുതി ചേർത്തത് മാത്രമാണ്. വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്വാഫ് സൈനിങ് ഔട്ട്.